ഇന്നലെ നമ്മൾ ഈ ടാങ്കിൽ ഒരു വാട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആൽഗെ നല്ല തിക്കായിട്ടുണ്ടായിരുന്നു, വെള്ളം മോശമായിട്ടുള്ളതുപോലെ തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വൈകിട്ട് അർജൻറ്റായിട്ട് ഒരു വാട്ടർ ചേഞ്ച് ചെയ്തത്. ഇത് ഇന്ന് രാവിലെ എടുത്ത ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഇതിൽ കിടക്കുന്ന ആൽബിനോ കാറ്റ് ഫിഷുകളുടെയും സ്പോട്ടഡ് കാറ്റ് ഫിഷുകളുടെയും ഗ്രോത്ത് അപ്ഡേറ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് പെല്ലറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം മുമ്പ് വരെ അവർ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് തിന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും താഴത്തേക്ക് പോയി. അപ്പോൾ നിങ്ങൾക്കത് കാണാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവരെല്ലാവരും ക്വയറ്റായി. അപ്പോൾ ഞാനൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് നമ്മൾ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിയെ മാറ്റി. ഇതിനകത്ത് 1 ഫീറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമി ഉണ്ടായിരുന്നു. ഇതിനെ നമ്മൾ നമ്മുടെ മെയിൻ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് 4 ആൽബിനോ കാറ്റ് ഫിഷുകളും 4 സ്പോട്ടഡ് കാറ്റ് ഫിഷുകളും അതുപോലെ തന്നെ 6 ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളാണ് ഉള്ളത്. ഇന്നലെ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തപ്പോൾ 75% വെള്ളം നമ്മൾ കളഞ്ഞിട്ടുണ്ടായിരുന്നു. 25% ബാക്കി വെച്ച് ബാക്കി വെള്ളം നമ്മൾ ടോപ്പ് ചെയ്യാണ് ചെയ്തത്. എന്നിട്ടും ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഗ്രീൻ കളർ പോയിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തിക്ക് ആൽഗെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ആൽബിനോ കാറ്റ് ഫിഷുകളും സ്പോട്ടഡ് കാറ്റ് ഫിഷുകളാണ്. ഇവർ നല്ല രീതിയിൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മീനുകളാണെന്ന് മാത്രമല്ല, ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് സോളിഡ് വേസ്റ്റ് അല്ല, വെള്ളത്തിൽ ഡിസോൾവ് ആവുന്ന തരത്തിലുള്ള വേസ്റ്റാണ്. അത് ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെതുമ്പലുകൾ ഇല്ലാത്ത മീനുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിലുള്ള സ്ലൈം കോട്ടിങ്, അതായത് നമ്മൾ മീനുകളെ പിടിക്കുമ്പോൾ ഒരു കൊഴുത്ത ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതാണ് സ്ലൈം കോട്ടിംഗ് എന്ന് പറയുന്നത്. അത് ഈ കാറ്റ് ഫിഷുകൾക്ക് വളരെ കൂടുതലാണ് മറ്റ് മീനുകളെക്കാളും. കാരണം ചെതുമ്പലില്ലാത്തത് കൊണ്ട് ഇവരുടെ ശരീരത്തിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ സ്ലൈം കോട്ടിംഗ് നല്ല രീതിയിൽ ഉണ്ടായിരിക്കും. ഇത് വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ട് വെള്ളം പെട്ടെന്ന് തന്നെ മോശമാവും. മറ്റ് മീനുകൾക്കും ഈ ഒരു സ്ലൈം കോട്ടിംഗ് ഉണ്ട്, അതായത് ചെതുമ്പലുകളുള്ള മീനുകൾക്കും ഈ ഒരു സ്ലൈം കോട്ടിംഗ് ഉണ്ട്. ഇപ്പോൾ ജയൻറ്റ് ഗൗരാമിക്കാണെങ്കിലും സക്കർ കാറ്റ് ഫിഷുകൾക്കാണെങ്കിലും. പക്ഷേ ഇവരെ അപേക്ഷിച്ച് ഈ ആൽബിനോ കാറ്റ് ഫിഷ്, ഈ സ്പോട്ടഡ് കാറ്റ് ഫിഷ് ഇവരെ അപേക്ഷിച്ച് കുറവാണ്. ഈ മുഷി ഇനത്തിൽപ്പെട്ട ഇത്തരം മീനുകൾക്ക് ഈ ഒരു സ്ലൈം കോട്ടിംഗ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവർ കിടക്കുന്ന ടാങ്കിലെ വെള്ളം പെട്ടെന്ന് തന്നെ ഇതുപോലെ മോശമാവും. ആൽഗെ ഭയങ്കര തിക്കായിട്ട് വരും, അതുപോലെ തന്നെ വെള്ളം കട്ടിയായ പോലെ നമുക്ക് തോന്നും. ചില സമയങ്ങളിൽ നല്ല രീതിയിൽ പതഞ്ഞു പൊങ്ങുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ ആൽബിനോ കാറ്റ് ഫിഷുകളെയും സ്പോട്ടഡ് കാറ്റ് ഫിഷുകളെയൊക്കെ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പരമാവധി സെപ്പറേറ്റ് ടാങ്കിലിട്ട് വളർത്തുന്നതായിരിക്കും നല്ലത്. ഈ ജയൻറ്റ് ഗൗരാമികൾ അല്ലെങ്കിൽ ഓസ്കാർ പോലുള്ള മീനുകളെയൊക്കെ സെപ്പറേറ്റ് ഇട്ട് വളർത്തുന്നതാണ് നല്ലത്. പിന്നെ ഈ ആൽബിനോ കാറ്റ് ഫിഷുകളുടെയും സ്പോട്ടഡ് കാറ്റ് ഫിഷുകളെയും ഗ്രോത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത ലോങ് വീഡിയോ കാണാനായിട്ട് പറഞ്ഞത്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാത്തിൻ്റെയും സൈസ് നിങ്ങൾക്ക് കാണാം. നമ്മൾ ആദ്യം ഇട്ട വലിയ സൈസ് അല്ല, നല്ല സൈസായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 3 സ്പോട്ടഡ് കാറ്റ് ഫിഷുകളും 2 ആൽബിനോ കാറ്റ് ഫിഷുകളും. ബാക്കി നമ്മൾ ഇട്ടത് ചെറിയ സൈസായിരുന്നു. ടോട്ടൽ ഇതിനകത്ത് 4 എണ്ണം ഉണ്ട്. 4 ആൽബിനോയും 4 സ്പോട്ടഡും ഉണ്ട്. അപ്പോൾ എന്തായാലും വലിയ സ്പേസിലിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. പ്രത്യേകിച്ച് ഇതുപോലുള്ള ആൽഗെ കടിച്ച് കിടക്കുന്ന വെള്ളത്തിൽ അവർ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമ്മൾ പെല്ലറ്റ് ഫുഡാണ് റെഗുലറായിട്ട് ഫീഡ് ചെയ്യുന്നത്. ചിക്കൻ പോലുള്ള നോൺ വെജ് ഐറ്റംസ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവർ സൈസ് വയ്ക്കും. മുമ്പ് ചിക്കൻ ഫീഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഓൾറെഡി. ആക്രാന്തം പിടിച്ചാണ് ഇവർ അത്തരത്തിലുള്ള നോൺ വെജ് ഫുഡുകളൊക്കെ കഴിക്കുന്നത്.